നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗവും ഭരണസമിതിയിൽ. വേലൂർ തയ്യൂർ പ്രദേശത്ത് റോഡിൽ മെറ്റൽ ഇളകിയ സംഭവം. സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റീൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകൾക്ക് തുല്യനീതിയും അവകാശങ്ങളും അവസരങ്ങളും ബോധ്യപ്പെടുത്തുന്ന ദിനം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് CPM-ലെ AV ഗോപിനാഥ്, CPI-ലെ MU ഷിനിജ എന്നിവരെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾക്ക് താൽക്കാലികമായി തയ്യാറാക്കിയ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ രാവിലെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പൂച്ചെണ്ട് നൽകിയും പൊന്നാട ചാർത്തിയും അനുമോദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവസ്വം ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്ന ഗോപിനാഥിനെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കാലാവധി പൂർത്തിയാകാൻ 9 ദിവസം മാത്രം ശേഷിക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 9 അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. CPI പ്രതിനിധി KP വിശ്വനാഥന്റെ കാലാവധി 13-ന് അവസാനിക്കും. പാലക്കാട് സ്വദേശിയായ AV ഗോപിനാഥ് ആലത്തൂർ മുൻ MLA-യാണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. MU ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. MA B.Ed ബിരുദധാരിയായ ഷിനിജ ചാപ്പാറ ഓറ ADFI സ്കൂളിൽ അധ്യാപികയായിരുന്നു. 2020-23 കാലയളവിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ അംഗത്തെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വനിതാ ദിനത്തിലാണെന്നതും പ്രത്യേകതയായി. ഭഗവാൻ വിളിച്ചാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായതെന്ന് AV ഗോപിനാഥൻ പറഞ്ഞു. ദേവസ്വം ചെയർമാനായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ഗോപി ആവശ്യപ്പെടുന്നത് അത് താൻ ചെയ്തു തരാം എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ പല സ്ഥാനമാനങ്ങളും തരാൻ തയ്യാറായിരുന്നു. ഒരു സ്ഥാനവും ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടായിരുന്നില്ല. 35 വർഷമായി പുലർച്ചെ എണീറ്റ് ഗുരുവായൂരപ്പനെ ഭജിക്കാറുണ്ട്. ഭഗവാൻ തന്നെ വിളിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് വരാൻ താൻ തയ്യാറായത്. ദേവസ്വത്തിന്റെ വീണുകിടക്കുന്ന ഒരു കല്ല് നീക്കം ചെയ്യണമെങ്കിൽ വരെ ഭഗവാന്റെ സമ്മതം വേണം. ഭക്തരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകും. നിലവിലെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഗോപിനാഥ് പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞിട്ടില്ല ഇതിന് പൂർവികർ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിന് ശേഷം ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം പാലക്കാട്ടിലേക്ക് വരുന്നത് എൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ഇപ്പം നടാതെയാണ്. ഏതായാലും ചെലവാകാത്തത് എന്താ ചെയ്യാനുള്ള തടസ്സം എന്ന് പഠിച്ച് തടസ്സങ്ങൾ നീക്കി ആ പണം ചെലവാനുള്ള നടപടികൾ ഇവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാമല്ലോ, ഞാൻ ഒന്നിനെയും പേടിച്ച് പ്രവർത്തിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ സ്വാഭാവികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വാസം. എരുമപ്പെട്ടി വേലൂർ റോഡിൽ പുതിയതായി ചെയ്ത BC പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടൊപ്പം സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റീൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ തയ്യൂരിൽ പുതിയതായി ചെയ്ത BC പ്രതലം ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രനും വാർഡ് മെമ്പർ അൻസാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ഒരു കേടും സംഭവിക്കാത്ത റോഡിനു മുകളിൽ പുതിയ ടാറിംഗ് നടത്തിയത് അഴിമതി നടത്തുവാനാണെന്നും നിർമ്മാണത്തിലെ ക്രമക്കേടും അപാകതകൾ കൊണ്ടും റോഡ് പല ഭാഗങ്ങളിലും തകർന്നുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. പ്രതിഷേധം റീൽസാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് മരം കയറ്റുന്നതിനിടയിലാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും കുഴിയായി കിടക്കുന്ന ഭാഗത്ത് ടാർ ഇളകുന്നതിനു വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയതായും കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും കോൺഗ്രസ് ജനപ്രതിനിധികളും ഫണ്ട് അനുവദിച്ച MLAക്കെതിരെയും LDF സർക്കാരിനെതിരെയും നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് CPIM നേതാവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബ്ദുൾ റഷീദ് പറഞ്ഞു. 8 വർഷം മുന്നേ BMBC നിലവാരത്തിൽ പണിതിട്ടുള്ള റോഡാണിത്. വേലൂര് തയ്യൂര് എരുമപ്പെട്ടി റോഡ് BC ഓവർലേ എന്ന പേരിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ റോഡിൽ കൾവർട്ടുണ്ട്, അതുപോലെ തന്നെ കടവന കയറ്റത്ത് അതിൻ്റെ സൈഡ് ആ പാടത്ത് വരുന്ന ഭാഗത്ത് അതിൻ്റെ സൈഡ് കെട്ടുകൾ വരും. അതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് മരം കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്ടറിൽ കൊണ്ടുവരികയും ആ മരം ഇവിടെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോട്ടിൽ വീഴുകയും ആ വീണതിൻ്റെ ഭാഗമായി റോഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. 8 വർഷം മുമ്പ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ വീണ്ടും BC ലെയർ ചെയ്യുന്നതിന് അന്നത്തെ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഉറപ്പു ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തി ചെയ്ത റോഡുകൾക്ക് ഉറയ്ക്കുവാൻ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. വാഹനങ്ങൾ ഓടിയാണ് റോഡ് സെറ്റാകുന്നത്. പാലം പണി നടക്കുന്ന ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചാരം കുറവാണ്. അതാണ് റോഡ് സ്മൂത്ത് ആവാത്തതിന് കാരണം. ടോറസ് ടിപ്പർ ലോറികൾ ഓടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡ് സെറ്റായി കഴിഞ്ഞു. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും റീൽസ് നാടകം കളിക്കുന്നതെന്നും റോഡിൽ കെമിക്കൽ ഒഴിച്ച് കുത്തിപ്പൊളിച്ചതാണെന്നും CPIMും DYFIയും ആരോപിച്ചു. റോഡ് തകർത്തതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AS ചന്ദ്രൻ, മെമ്പർമാരായ ബിന്ദു നന്ദൻ, അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, കവിത ബാബു, ജമീല രാജീവ്, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാതിരാത്രിയിൽ കെമിക്കൽ കൊണ്ടുവന്ന് ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വടി കൊണ്ട് തോണ്ടി അതിൻ്റെ ടാറിങ് അടർത്തി കളയുന്ന ഒരു റീൽസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ 10 വർഷമായി കുന്നംകുളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വേലൂരും കുന്നംകുളത്തും ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശം നിറഞ്ഞ മത്സരത്തിനായി മണലൂർ മണ്ഡലം ഒരുങ്ങുന്നു. വരാനിരിക്കുന്ന മത്സരത്തിന്റെ വീറും വാശിയും പ്രകടമാക്കി മണ്ഡലത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ കൊഴുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിറകെ ചുവരെഴുത്തിനായി മതിലുകൾ പ്രവർത്തകർ ബുക്ക് ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ 3 മുന്നണികളും തങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത മതിലുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരെഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ട് പ്രചരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. LDF, UDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം വരാത്തതിനാലാണ് സ്ഥാനാർത്ഥികളുടെ പേരെഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇക്കുറി ജില്ലയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മണലൂർ. 3 മുന്നണികൾക്കായും പ്രമുഖർ സ്ഥാനാർത്ഥികളാകുന്നതാണ് മണ്ഡലത്തിന്റെ പ്രത്യേകത. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് LDFനായി മത്സരിക്കുന്നത്. UDFനായി മുൻ MP TN പ്രതാപനും NDAയ്ക്കായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും സ്ഥാനാർത്ഥികളാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ മുന്നണികൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് വരാൻ പോകുന്ന പോരാട്ടത്തിന്റെ ആവേശം വാനോളം ഉയർത്തിയിരിക്കുകയാണ് പ്രവർത്തകർ.
പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നിലെത്താനും സ്വന്തം അണികളുടെ ആത്മവിശ്വാസം ഉയർത്താനും 3 മുന്നണികളും മുന്നിട്ടിറങ്ങിയതോടെ ഇക്കുറി മണലൂരിന്റെ അങ്കത്തട്ടിൽ തീപാറുന്ന പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കടലാമ പരിപാലനത്തിന് തുക വകയിരുത്തിയതിനെ പുച്ഛിച്ചവർ നാളെ അതിന്റെ ഗുണം അനുഭവിക്കുമ്പോൾ അഭിനന്ദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എടക്കഴിയൂരിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ജില്ലയിലെ ആദ്യത്തെ മത്സ്യഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാരണം അവന്റെ വലയ്ക്കും അവന്റെ മത്സ്യബന്ധന രീതിക്കും ഇത് വളരെ വളരെ അനിവാര്യതയാണെന്നുള്ളത് കടൽ കർഷക സഹോദരങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒന്നും ശാപം നിങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കരുത്. ടേർട്ടിൽ ട്രെയിൽസ് എന്ന് പറഞ്ഞ് കേന്ദ്ര ബഡ്ജറ്റിൽ ഒരിടം കണ്ടപ്പോൾ അതിൽ കേരളവും കർണാടകത്തിൻ്റെ ചില പ്രദേശങ്ങളും ഒഡീഷയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശം ഇത്രയും പ്രദേശങ്ങളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു റിസർച്ച് നടന്നത് ഗുജറാത്തിലാണെന്നും അതിന്റെ പരിണിതഫലമായി അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി 10 ഇരട്ടി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യഗ്രാമ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ഗുണകരമായ പദ്ധതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NK അക്ബർ MLA അധ്യക്ഷനായി. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, മുൻ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, PA ഷാഹുൽ ഹമീദ്, ഉഷ രവി, MK അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ 100 ഗ്രാമങ്ങളെയാണ് മത്സ്യഗ്രാമത്തിനായി തെരഞ്ഞെടുത്തത്. കേരളത്തിൽ 9 സ്ഥലങ്ങളിലാണ് മത്സ്യഗ്രാമം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെറ്റ് മെൻഡിംഗ് യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക്, മത്സ്യബന്ധന മെഷീൻ റിപ്പയർ കേന്ദ്രം, വനിതകൾക്കുള്ള സീഫുഡ് കഫ്തേരിയ ട്രക്ക് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. 6,91 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ഇനി ഗുരുവായൂർ ഉത്സവവിശേഷം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറപ്പുണർത്തലിനാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. വൈകുന്നേരം 4:30 മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്കുഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും. തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ, മഞ്ഞൾപ്പൊടി എന്നിവ അഭിഷേകം നടത്തും. അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ചു തയ്യാറാക്കും. ഭക്തർ വഴിപാട് സമർപ്പിക്കുന്നതും അവകാശിയായ കിട്ടയുടെ കുടുംബം കൊണ്ടുവരുന്ന ഇളനീരുമാണ് ഇതിനായി ഉപയോഗിക്കുക. തന്ത്രി പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് പൂർത്തിയാകും. തുടർന്ന് ഓദിക്കന്മാർ, കീഴ്ശാന്തിമാർ എന്നിവരും ഭക്തരും ഊഴപ്രകാരം സ്നാനം നടത്തും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നത് പുണ്യമാണെന്നാണ് വിശ്വാസം. ആറാട്ടിനു ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ആറാട്ട് ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ട പ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹ തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ച ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രനടയടയ്ക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. നിത്യവും സ്വർണ്ണ ശ്രീകോവിലിൽ പള്ളിയുറങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ പള്ളിയുറക്കം ശ്രീകോവിലിന് പുറത്താണ്. ക്ഷേത്ര മുഖമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വെള്ളിക്കട്ടിലിൽ വിരിച്ച പട്ടുകിടക്കയിലാണ് ഭഗവാൻ പള്ളിയുറങ്ങുക. വെള്ളിക്കട്ടിലിന് ചുറ്റും മുളയറയിൽ ധാന്യങ്ങൾ മുളപ്പിച്ചത് നിരത്തിവെച്ച് ശയ്യാഗൃഹമൊരുക്കും. അടിയന്തരക്കാരായ 10 വാര്യന്മാർ കാവലാളുകളായി ചുറ്റും കിടക്കും. മുളയറയിലെ കാടിന്റെ തണുത്ത കാറ്റിന്റെ ശീൽക്കാരമൊഴിച്ചാൽ ക്ഷേത്രവും പരിസരവും നിശബ്ദമായിരിക്കും.
പള്ളിയുറക്കത്തിന് തടസ്സമാകാതിരിക്കാൻ രാത്രി ക്ഷേത്രത്തിലെ നാഴികമണി പോലും അടിക്കില്ല. ദിവസവും മണിക്കൂർ ഇടവിട്ട് അടിക്കുന്ന നാഴികമണി വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നിശ്ചലമാകുന്നത്. നാളെ പ്രഭാതത്തിൽ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ടാണ് ഗുരുവായൂരപ്പൻ പള്ളിയുണരുക. തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം എന്നിവ അവിടെ വെച്ച് തന്നെ നടക്കും. പൂജകൾക്ക് ശേഷം ഗുരുവായൂരപ്പനെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഗുരുവായൂരപ്പൻ നാളെ വളരെ വൈകി മാത്രമേ പള്ളിയുറക്കം ഉണരൂ എന്നതിനാൽ രാവിലെ 8 മണിക്ക് ശേഷമേ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് അവസരമുണ്ടാവുകയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക്. കാഞ്ഞിരക്കോട് പാലാ ബസ് സ്റ്റോപ്പിന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. അമ്മയുടെ കൈവിരൽ മുറിഞ്ഞു തൂങ്ങി. കാഞ്ഞിരക്കോട് കാരിമുക്കിൽ വീട്ടിൽ 32 വയസ്സുള്ള ഐശ്വര്യ, മകൻ 10 വയസ്സുകാരൻ ദേവാനന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഐശ്വര്യയ്ക്ക് കാലിനും പരിക്കുണ്ട്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് അമ്മയും കുഞ്ഞും സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്രവാഹനവും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും വടക്കാഞ്ചേരി എക്സ് ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുന്ന വനിതകൾ. ഒരേ കുടുംബത്തിലെ 6 പേർ. ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടാം ചന്ദ്രികയെയും കുടുംബത്തെയും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ വേളയിൽ സ്ത്രീ ശക്തിയുടെ പ്രചോദന കഥയായി ശ്രദ്ധ നേടുകയാണ് ഒരു കുടുംബത്തിലെ 6 വനിതകൾ. വനിതാ ഡ്രൈവിംഗ് സ്കൂളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകി സമൂഹത്തിൽ ആത്മവിശ്വാസത്തിന്റെ വഴികാട്ടികളായി മാറിയിരിക്കുകയാണ് ഇവർ. തൃശൂർ അമല തോളൂരിലെ ഓടാട്ടിൽ ശേഖരൻ മീനാക്ഷി ദമ്പതികളുടെ മകൾ ചന്ദ്രികയാണ് ഈ വിജയകഥയുടെ ശില്പി. അനുജത്തിമാരും മക്കളും മരുമകളും ചേർന്നാണ് ഇന്ന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശൂർ പാറപ്പുറത്ത് പ്രേമനാഥനെ വിവാഹം കഴിച്ചതിനുശേഷം 1990-ൽ തൃശൂരിലെ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന ചന്ദ്രിക 2 വീലർ, ഓട്ടോറിക്ഷ, കാർ എന്നിവയുടെ ലൈസൻസ് നേടി. തുടർന്ന് അവിടെ തന്നെ 6 വർഷത്തിലധികം പരിശീലകയായി പ്രവർത്തിച്ചു. സ്ത്രീകൾ വാഹനം ഓടിക്കാൻ പോലും മടിച്ചിരുന്ന കാലത്ത് ധൈര്യത്തോടെ റോഡിലിറങ്ങി മുന്നേറണം എന്ന വിശ്വാസത്തിലാണ് 1997-ൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് ചാലിശ്ശേരിയിലും പരിശീലന കേന്ദ്രം ആരംഭിച്ചു. കഴിഞ്ഞ 15 വർഷമായി മുലയമ്പറമ്പത്തുകാവ് മൈതാനത്ത് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു. 29 വർഷത്തിന്റെ നിറവിൽ വനിതാ പരിശീലന കേന്ദ്രം നിരവധി സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തിന്റെ പാത തുറന്നു നൽകുകയാണ്. തോളൂരിലെ അനുജത്തിമാരായ ലത അനിൽകുമാർ, സുനിത സജീവ്, അനുജത്തിയുടെ മകൾ ശ്രുതി സനൽ, ചന്ദ്രികയുടെ മകൾ പ്രസീത സുനിൽകുമാർ, മരുമകൾ സുമി പ്രവീൺ എന്നിവരും മകൻ പ്രവീണും ചന്ദ്രികയുടെ പാത പിന്തുടർന്ന് പരിശീലകരായി സജീവമായി രംഗത്തുണ്ട്. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുകയാണ് ഇവർ. ക്ലച്ചും ബ്രേക്കും പഠിപ്പിക്കുന്ന പരിശീലനം മാത്രമല്ല, ഭയവും ആശങ്കയും വിട്ടൊഴിയാനുള്ള ആത്മവിശ്വാസ പരിശീലനവുമാണ് ഇവിടെ നൽകുന്നത്. സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈവിറയ്ക്കുന്ന വീട്ടമ്മമാരെ ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിച്ചു മടങ്ങുന്ന നിലയിലേക്ക് എത്തിക്കുന്നതുവരെ പരിശീലകർ കൂടെയുണ്ടാകുന്നതാണ് ഇവരുടെ സവിശേഷത. കേച്ചേരി, മുല്ലശ്ശേരി, കുന്നംകുളം, ചാലിശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശ്രീഭദ്ര, ഹരിശ്രീ, വനിത എന്നീ പേരുകളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. പരിശീലനത്തിനൊപ്പം പഠനത്തിലും ചന്ദ്രിക ശ്രദ്ധേയയാണ്. 63-ാം വയസ്സിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ A ഗ്രേഡ് നേടി അവർ പഠനത്തിലും മികവ് തെളിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്റ്റിയറിംഗ് പിടിച്ച് ധൈര്യത്തിന്റെ ദിശ കാണിക്കുന്ന ഈ 6 വനിതകൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനത്തിന്റെ വിളക്കുകളായി മാറുകയാണ്. നഗരസഭാ പരിധിയിലെ തീരദേശ മേഖലയുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമിട്ട് ചാവക്കാട് നഗരസഭ ആവിഷ്കരിച്ച വിപുലമായ പദ്ധതിക്ക് തുടക്കമായി. ചാവക്കാട് നഗരസഭയുടെ തെക്കേ അതിർത്തിയായ കടപ്പുറം പഞ്ചായത്ത് മുതൽ വടക്കേ അതിർത്തിയായ പുന്നയൂർ പഞ്ചായത്ത് വരെയുള്ള 23, 24, 27, 28, 30, 32, 33, 1 എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായുള്ള നടപടികളാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ പ്രത്യേക ആസൂത്രണ യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം 23, 24 വാർഡുകളിൽ ഉൾപ്പെടുന്ന മിനി വാഗമൺ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ജൈവ വൈവിധ്യവും ഗ്രീൻ ബെൽറ്റും നിലനിർത്തുന്നതിനും നഗരസഭ മുൻഗണന നൽകുന്നുണ്ട്. പ്രദേശം പൂർണ്ണമായും സുരക്ഷിതവും മാലിന്യമുക്തവും വിനോദസഞ്ചാര സൗഹൃദവുമാക്കി മാറ്റാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ തീരദേശ മേഖലയിൽ റവന്യൂ, പോലീസ്, കോസ്റ്റൽ പോലീസ്, ഫോറസ്റ്റ്, ഫിഷറീസ് വകുപ്പുകളുടെ സഹകരണത്തോടെ
സമഗ്രമായ ലാൻഡ് സർവേ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. മിനി വാഗമൺ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതും സംരക്ഷിക്കേണ്ടതുമായ മരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണവും ഈ സർവേയുടെ ഭാഗമായി നടക്കും. നഗരസഭയുടെ ഈ ഉദ്യമത്തിന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും തീരദേശത്തെ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി സ്കൂളിലേക്ക് വാങ്ങിയ ലാപ്ടോപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, ബ്ലോക്ക് മെമ്പർ KR സിമി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഉണ്ണികൃഷ്ണൻ, സുഗിജ സുമേഷ്, UV ഗിരീഷ്, വാർഡ് മെമ്പർ അബ്ദുൾ റഹീം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, മുൻ ബ്ലോക്ക് മെമ്പർ KK മണി, പ്രിൻസിപ്പാൾ വി സ്മിത, PTA പ്രസിഡന്റ് CM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂൾ സമിതി ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ കൈരളി വായനശാല കെട്ടിടം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ്, ചാവക്കാട് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KP വിനോദ്, പ്രസിഡന്റ് PA മുസ്തഫ, ജനപ്രതിനിധികൾ, വായനശാല പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സുന്നി യുവജന ഫെഡറേഷന്റെ പതാകാ ദിനത്തോടനുബന്ധിച്ച് ബദർ അനുസ്മരണവും പതാകാ ദിനാചരണവും നടത്തി. SYF ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ തൊഴിയൂരിൽ നടന്ന പരിപാടി ഉസ്മാൻ വഹബി പെരുബിലാവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV സയ്യിദ് മുഹമ്മദ് ഹാജി തൊഴിയൂർ അധ്യക്ഷത വഹിച്ചു. ജലീൽ വഹബി അണ്ടത്തോട് ബദർ അനുസ്മരണം നടത്തി. അബ്ദുൽ നാസർ മുസ്ലിയാർ കൂളിമുട്ടം, കബീർ മൗലവി വീരമംഗലം, മുസ്തഫ മൗലവി വടക്കേക്കാട് തുടങ്ങിയവർ മൗലീദിന് നേതൃത്വം നൽകി. മുഹമ്മദ് അലി ഹാജി പാവുക്കര, അഷ്റഫ് വടക്കത്ത്, മുസ്തഫ പൊന്നേത്ത്, AP മുഹമ്മദ് ഹാജി, ഷെരീഫ് പനങ്ങായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ 108-ാം ജന്മദിനത്തിന്റെ ഭാഗമായി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ സമുദായ ശാക്തീകരണ സംഗമവും പതാകാ ദിനവും നടത്തി. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് NO ഡേവിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന സെക്രട്ടറി AJ ജെയ്സൺ വിഷയാവതരണം നടത്തി. കൈക്കാരൻ AP ജോസ്, TA തോമസ്, AF ബാബു, AJ സജി, MA കുര്യൻ, CD തോമസ്, AK കൊച്ചൌസേപ്പ്, ഷീല തോമസ്, ഡെയ്സി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പാത്രിയർക്ക പതാക പ്രയാണത്തിന് സ്വീകരണം നൽകി. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പൊന്നാനി കടപ്പുറത്തു നിന്നും വികാരി ഫാദർ എൽദോ ആലുക്ക, മുൻ സെക്രട്ടറി നിബു കുര്യൻ, ജേസൺ ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിന്നാരംഭിച്ച പാത്രിയർക്ക പതാക പ്രയാണത്തിനാണ് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിലേത്. പള്ളിയിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പുവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വടക്കൻ പറവൂർ പള്ളി വികാരി ഫാദർ എൽദോ ആലുക്ക ധൂപ പ്രാർത്ഥന നടത്തി. കൊല്ലവർഷം 1660 കടൽമാർഗം യാത്ര ചെയ്ത് ബാവ ആദ്യം കേരളക്കരയിൽ ഇറങ്ങിയത് മലപ്പുറം പൊന്നാനി കടപ്പുറത്തായിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് പൊന്നാനിയിൽ നിന്നും ശനിയാഴ്ച ദീപശിഖ പ്രയാണം ആരംഭിച്ച് മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിനു ശേഷം ഞായറാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത്. തൃശൂർ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ ദീപശിഖ പ്രയാണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് വടക്കൻ പറവൂരിലെത്തും. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ ആചരിക്കും. ദീപശിഖ പ്രയാണം സ്വീകരണത്തിന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. വ്രതശുദ്ധിയുടെ റമദാൻ മാസത്തിൽ വിശ്വാസികളെ ചേർത്ത് പിടിച്ച്
കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകിയാണ് മാതൃകയായത്. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് വഴിയാത്രക്കാർക്ക് ആദ്യ നോമ്പുതുറ കിറ്റ് നൽകി. പ്രതിപക്ഷ നേതാവ് PN വിഷയകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സൈനി ടീച്ചർ, ദേശീയ കായികവേദി ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ ചിർമനേങ്ങാട്, ജവഹർ ബാലമഞ്ച് മണ്ഡലം പ്രസിഡന്റ് നാസിമ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രജിത ഷാജി, മണ്ഡലം സെക്രട്ടറിമാരായ VM ഇബ്രാഹിം, റഹീം ആദൂർ, ബാലകൃഷ്ണൻ, മുസ്തഫ, MS അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു വഴിയാത്രക്കാർക്കുള്ള നോമ്പ് വിഭവങ്ങൾ, അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങളൊരു സന്ദേശം അറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഈ ഒരു പ്രവർത്തനം നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ഈ മണ്ഡലം കമ്മിറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വാഹനങ്ങളിൽ പോകുന്ന അവർക്ക് നോമ്പ് തുറക്കാനുള്ള അസൗകര്യങ്ങൾ പലർക്കുമുണ്ട്. അപ്പൊ അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായി കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ 2025-26 വർഷത്തേക്കുള്ള ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തൃത്താല ഉപജില്ലയിലെ മികച്ച യൂണിറ്റായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മലയാളം ടൈപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സൃഷ്ടിപരമായ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം ലഭിച്ചത്. രക്ഷിതാക്കൾക്കായി സൈബർ സുരക്ഷാ ക്ലാസുകളും നിർമ്മിത ബുദ്ധി അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചതിലൂടെ സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങൾക്കും യൂണിറ്റ് പ്രത്യേക ശ്രദ്ധ നൽകി. എന്റെ സ്കൂൾ എന്റെ അഭിമാനം റീൽസ് മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ അംഗീകാരം നേടുകയും ചെയ്തിരുന്നു. ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ സന്തോഷ്, സ്മിത എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. മെയ് മാസത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ക്യാമ്പിൽ പുരസ്കാരം സമ്മാനിക്കും. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. വാർഡ് മെമ്പർ EM സലിം അധ്യക്ഷനായിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 31 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചാവക്കാട് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിധി NP റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ഗഫൂർ കൊച്ചന്നൂർ, OSA പ്രസിഡന്റ് അബ്ദുൾ സലാം, കായികാധ്യാപകൻ AK ഷാജി എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ അജിത PV സ്വാഗതവും HM ഇൻചാർജ് TP പുഷ്പാഞ്ചി നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ ചേർന്ന യോഗം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രഭാഷക PC രേണുക മുഖ്യപ്രഭാഷണം നടത്തി. റോസിലി ടീച്ചർ അധ്യക്ഷയായി. കൺവീനർ ബീന, ഗീത, പ്രമീള, PI സൈമൺ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, KT ശ്രീനിവാസൻ, കയ്യുമു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാരുടെ കലാപരിപാടികളും ഉണ്ടായി. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിൽ യൂണിയൻ അഡ്വൈസർ ഡോക്ടർ R രാഹുൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ചെയർമാൻ ഡോക്ടർ ഹരിശങ്കർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ തൃശൂർ ജില്ലാ ചാരിറ്റി കൺവീനർ സജീർ താജ് കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PC തോംസൺ, PSM ഡെന്റൽ കോളേജ് പ്രതിനിധി ആയിഷ, ഡോക്ടർ വൃന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവർട്ടി വിളക്കാട്ടുപാടം വൈലി മഹോത്സവം ഭക്തിസാന്ദ്രം. രാവിലെ ചൊമ്മായമംഗലത്ത് രഞ്ജിത്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. പൊങ്കാല സമർപ്പണവും നടന്നു. വൈകിട്ട് ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, നാദസ്വരം എന്നീ വാദ്യമേളങ്ങളോടുകൂടിയ വരവു പൂരങ്ങളും ഉണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ TK സുരേഷ്, AS സജീവൻ, TK സുനിൽകുമാർ, AH സതീശൻ, MK ബാലൻ, തങ്കമണി ഉണ്ണികൃഷ്ണൻ, സുമാ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവത്ര അത്താണി ബ്ലൈസ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. തിരുവത്ര TM മഹലിൽ നടന്ന നോമ്പുതുറയിൽ ഗുരുവായൂർ MLA NK അക്ബർ, MR രാധാകൃഷ്ണൻ, KV ഷാനവാസ്, തറയിൽ ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലൈസ് ഭാരവാഹികളായ റംഷാദ് മംഗലശ്ശേരി, KV സമദ്, KV നാസിഫ്, KV സിനാൻ, KA റൌഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുന്നംകുളത്തെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഓക്ടൽ ഗ്രൂപ്പ് ഇഫ്താർ സംഗമം നടത്തി. ഓക്ടൽ ഗ്രൂപ്പ് ഡയറക്ടർമാരും ഓഹരി ഉടമകളും ജീവനക്കാരും മറ്റ് സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഓക്ടൽ ഗ്രൂപ്പ് ചെയർമാൻ CK അപ്പുമോൻ, കുന്നംകുളം മുനിസിപ്പൽ കൌൺസിലർ ലബീബ് ഹസൻ, കുന്നംകുളം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ്, അഡ്വക്കേറ്റ് CI ബാബു, അഷ്റഫ് വടക്കേക്കാട്, PB ജമാലുദ്ദീൻ, വടക്കേക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TP ഷക്കീർ, PV ഡേവിസ്, ഓക്ടൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ് ഹാരിസ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ഇസ്ലാമിക രാജ്യങ്ങൾ സമാധാനത്തിനായി ഒന്നിക്കണമെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹദ്രത്ത് മിർസ മസ്റുൽ അഹമ്മദ് ആഹ്വാനം ചെയ്തു. മുസ്ലിം രാഷ്ട്രങ്ങളോട് അവരുടെ അഭിവൃദ്ധിക്കായി വൻ ശക്തികളെക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കാനും പരസ്പര ഐക്യത്തിന് മുൻഗണന നൽകാനും മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിന് പ്രവർത്തിക്കാനും ഖലീഫ ഉദ്ബോധിപ്പിച്ചു. മുസ്ലിം ലോകം സുരക്ഷയ്ക്കായി പാശ്ചാത്യ ശക്തികളെ ആശ്രയിക്കുന്നത് ഉപേക്ഷിക്കണമെന്നും തങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സമാധാനപരമായി ഒന്നിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UK-യിലെ ടിൽഫോർഡിലുള്ള മസ്ജിദ് മുബാറക്കിൽ പ്രതിവാര പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സാന്നിധ്യം കാരണം അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യത വർദ്ധിച്ചു. അത്തരം ആക്രമണങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിച്ച എല്ലാവിധ അനീതികൾക്കും ക്രൂരതകൾക്കും അറുതി വരുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ചരമം. എരുമപ്പെട്ടി കുറ്റിക്കാട്ട് റപ്പായി മകൻ കൊച്ചുവർക്കി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. സോഫി ഭാര്യയും സനൽ, അമൽ എന്നിവർ മക്കളുമാണ്. കാഞ്ഞിരക്കോട് മേക്കാട്ടുകുളം പരേതനായ ലോനപ്പൻ മകൻ ബാലൻ എന്ന മാത്യു നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മറിയം ഭാര്യയും മിനി, ബെന്നി, ഡെന്നി, സിനി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി വീട്ടിൽ പരേതനായ കുര്യപ്പൻ ഭാര്യ കുഞ്ഞേത്തി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. MK ജോസ്, വർഗീസ്, ഷീബ, ഷീജ, ഷിറിൻ എന്നിവർ മക്കളാണ്. തയ്യൂർ പരേതനായ എടാട്ടുപറമ്പിൽ കൃഷ്ണൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 100 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തങ്ക, പരേതയായ പ്രേമ, മല്ലിക, വിശ്വംഭരൻ, ഭാരതി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗവും ഭരണസമിതിയിൽ. വേലൂർ തയ്യൂർ പ്രദേശത്ത് റോഡിൽ മെറ്റൽ ഇളകിയ സംഭവം. സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റീൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ടൊരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകൾക്ക് തുല്യനീതിയും അവകാശങ്ങളും അവസരങ്ങളും ബോധ്യപ്പെടുത്തുന്ന ദിനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.